നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ യുവ നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങളൊന്നും ഉയരുന്നത് പുതിയ വാർത്തയല്ല. പലപ്പോഴും അത് ശ്രദ്ധിക്കപ്പെടാറില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ വളരെയധികം പ്രതിപക്ഷത്ത് ഇരിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെ വെല്ലുവിളിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവിനെതിരായ ലൈംഗിക ആരോപണ വാർത്തകളൊക്കെ തന്നെയും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. 3 പീഡന പരാതികളിൽ ഇപ്പോൾ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിച്ച് സ്വന്തം വീട്ടിലാണ്. ഇത്തവണ കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല രാഹുൽ. മാത്രമല്ല കോൺഗ്രസിനെ തള്ളി പറഞ്ഞിട്ടുമില്ല. കോൺഗ്രസിന് പൂർണ്ണമായും അർത്ഥത്തിൽ പിന്തുണ കൊടുത്തുകൊണ്ടാണ് രാഹുലിന്റെ പ്രവർത്തനങ്ങൾ. ഈ ഘട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തേക്ക് വരികയാണ്. പത്തനംതിട്ട റാന്നിയിൽ നിന്നാണ് CPM ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അലൻ മാത്യു എന്ന് പറയുന്ന CPM നേതാവിനെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. അതായത് CPM നേതാവായ അലൻ മാത്യു ഒരു പീഡനം നടത്തിയിരിക്കുന്നു. വിവാഹ വാഗ്ദാനം നൽകിയാണ് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചത്. എന്നാൽ സാധാരണഗതിയിൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്തതെങ്കിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ CPM ശ്രമിക്കുമ്പോൾ സ്വന്തം പാർട്ടി അനുഭാവികളോ അണികളോ ആണ് ചെയ്തതെങ്കിൽ അതിനെ മൂടിവെക്കുവാനും പരാതി ഇല്ലാതെയാക്കുവാനും CPM-നോളം കഴിവുള്ള ഒരു പാർട്ടി കേരളത്തിലില്ല. ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവില്ല എന്ന് പറയാം. എന്തായാലും അലൻ മാത്യു എന്ന് പറയുന്ന വ്യക്തിയെ സംരക്ഷിക്കാനും അതിന്മേൽ പാർട്ടി സ്വീകരിച്ച നിലപാടുകളും ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെയും അട്ടിമറിയുടെയും ചിത്രമാണ് പുറത്തു കൊണ്ടുവരുന്നത്. സമാനമായ സാഹചര്യങ്ങളിലൂടെ മുൻപ് കടന്നുപോയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം ക്രിമിനൽ കുറ്റകൃത്യങ്ങളെ എപ്രകാരമാണ് കൈകാര്യം ചെയ്യുന്നത് എന്നത് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കണം. പ്രത്യേകിച്ച് CPM നേരിടുന്ന കാര്യങ്ങളിൽ. അലൻ മാത്യുവിന്റെ കേസിൽ എന്താണ് സംഭവിച്ചത്? വിവാഹ വാഗ്ദാനം നൽകിയ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്ന കാര്യത്തിൽ വാർത്ത വരുന്നു. പാർട്ടി തലം മുതൽ പോലീസ് തലം വരെ എത്തി പാർട്ടിക്കാർ എന്തു ചെയ്യുന്നു? ഈ പരാതി ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. യുവതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. മുൻ MLA അടക്കമുള്ളവർ പങ്കെടുത്ത പാർട്ടി കോടതി ചർച്ചകൾ നടത്തി എന്നുള്ളതും ഗൗരവകരമായ കാര്യമാണ്. മുൻ MLA അടക്കമുള്ളവർ പങ്കെടുത്ത പാർട്ടി കോടതി അത് ഇടപെട്ടുകൊണ്ട് ഈ പരാതിയൊക്കെ ഒതുക്കി തീർക്കാനാണ് ശ്രമിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം വന്നപ്പോഴും സമാനമായ രാഷ്ട്രീയ പ്രതിരോധങ്ങൾ കോൺഗ്രസ് നിരയിൽ നിന്നുണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസ് എന്താണ് ചെയ്തത്? മാതൃകാപരമായി രാഹുലിനെ പുറത്താക്കിക്കൊണ്ടാണ് പ്രതികരിച്ചത്. പക്ഷേ ഇതേ കോൺഗ്രസ് തന്നെ പീഡനം നടത്തിയ P. ശശിയെ അവരുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും CPM ഈ ആരോപണത്തെ അടിച്ചമർത്താനും പരാതി അട്ടിമറിക്കാനുമാണ് ശ്രമിച്ചത്. യുവതിയുടെ പരാതി ഇങ്ങനെയാണ്. SP-ക്ക് പരാതി നൽകി. പോലീസ് ആദ്യം നടപടിയെടുത്തില്ല. യുവതി ആത്മഹത്യക്ക് ശ്രമിച്ച ശേഷം മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഒപ്പം പാർട്ടി നിർദ്ദേശപ്രകാരം പോലീസ് പ്രവർത്തിച്ചു എന്നും യുവതി പറയുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിനെ യഥാർത്ഥത്തിൽ പ്രതികൂട്ട് നിർത്തിക്കൊണ്ടാണ് യുവതിയുടെ സംസാരം. അലൻ മാത്യുവിന്റെ കാര്യത്തിൽ പാർട്ടി സംരക്ഷണ കവചമൊരുക്കി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നത് യഥാർത്ഥത്തിൽ എന്തൊരു വെല്ലുവിളിയാണെന്ന് ആലോചിച്ച് നോക്കണം. യുവ നേതാക്കൾ ഇത്തരം കേസുകളിൽ അകപ്പെടുമ്പോൾ അവരെ തള്ളിപ്പറയാതെ സംരക്ഷിക്കുകയും പിന്നീട് ഗതി മുട്ടുമ്പോൾ മാത്രം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ് കൈ കഴുകുകയും ചെയ്യുന്നൊരു അഴകുഴമ്പൻ രീതിയാണ് ഇത്തരത്തിലുള്ള പാർട്ടികൾ പിന്തുടരുന്നത്. രാഷ്ട്രീയമായ വളർച്ചയ്ക്കൊപ്പം വ്യക്തിപരമായ ധാർമ്മികത സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അലൻ മാത്യുവിന്. തെറ്റ് ചെയ്താലും പാർട്ടി തലത്തിൽ രക്ഷപ്പെടാമെന്നൊരു കൃത്യമായ ബോധമുള്ളത് കൊണ്ട് തന്നെ ഈ ക്രിമിനൽ ഒഫൻസുകളിൽ യാതൊരു പേടിയോ ഭയമോ ഇല്ലാതെയാണ് അലൻ മാത്യു പ്രവർത്തിച്ചിരുന്നത്. ഇരകളെ ഒത്തുതീർപ്പിൽ നിർബന്ധിക്കുകയും നിയമസഹായം നിഷേധിക്കുകയും ചെയ്യുന്ന അതിഭീകരമായ ഒരു പ്രവണതയുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ പരസ്യവാചകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതിജീവിതമാർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി സംസാരിച്ച അതിജീവിതമാർക്കൊപ്പം നിൽക്കുകയും സ്വന്തം പാർട്ടിയിലെ അണികളും അനുഭാവികൾക്കും എതിരായി വരുന്ന സ്ത്രീകളെയൊക്കെ പരാതി അടിച്ചമർത്താനും ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഇരട്ടത്താപ്പാണ് പിണറായി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. സ്വന്തം പാളയത്തിലൊരു നേതാവ് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവമുള്ള ക്രൂരത കാണിച്ചപ്പോൾ പാർട്ടി സ്വീകരിച്ച ഇരട്ടത്താപ്പ് ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ആരോപണം വന്നപ്പോൾ തന്നെ പാർട്ടി കൈവിട്ടെന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇരയ്ക്ക് നീതി ലഭിക്കാൻ വൈകിയൊരു സാഹചര്യമുണ്ട്. അതായത് ഈ അലൻ മാത്യുവിനെ പാർട്ടി ഒഴിവാക്കി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ നടപടികളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ ഒഴിവാകുന്ന ഒരു സമീപനമാണ് CPM എടുക്കുന്നത്. പക്ഷേ പാർട്ടി മെമ്പർ ആയിരിക്കവേ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുകയോ ചെയ്യുന്ന സമയത്താണ് പീഡനം നടത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻപ് സമാനമായ രീതിയിലൂടെ PT കുഞ്ഞുമുഹമ്മദ് എന്ന പ്രധാനപ്പെട്ട സംവിധായകൻ കടന്നുപോയിട്ടുണ്ട്. ചലച്ചിത്ര പ്രവർത്തകയെ കടന്നുപിടിക്കുകയും ലൈംഗികമായി അപമാനിക്കുകയും ചെയ്ത കേസിൽ സംവിധായകനും CPM മുൻ MLA-യും ഒക്കെ ആയിരുന്ന PT കുഞ്ഞുമുഹമ്മദിനെ എങ്ങനെയാണ് അവർ സംരക്ഷിച്ച് ഇപ്പോഴും നിർത്തിയിരിക്കുന്നത് എന്നുള്ള നമുക്കറിയാം. ഏറ്റവും അവസാനം അതിജീവിതയ്ക്ക് പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ എഡിറ്റോറിയൽ പേജിൽ തന്നെ ഒരു ലേഖനം എഴുതി വെക്കേണ്ടി വന്നു നീതി ലഭിക്കാൻ വേണ്ടി. അത്തരമൊരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരാളല്ല, ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അത് CPM-ന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഗോൾ പോസ്റ്റിലേക്ക് ഗോളുകൾ എത്തുന്ന സമയത്ത് അവരതിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു പ്രത്യേകത അതിജീവിത സ്നേഹമാണ് CPM-നുള്ളത്.